ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കയ്യാങ്കളിയൊന്നും വേണ്ട. ഒരു വഴക്കിനോ തർക്കത്തിനോ വന്നതല്ല ഞങ്ങള്. എന്താണ് ആഗമനോദ്ദേശം? കുട്ടിയെ കണ്ടിട്ട് പോകാനാണെങ്കിൽ കാണാം. കാണാൻ മാത്രമല്ല, കൊണ്ടുപോകാനും കൂടിയാ വന്നത്. കൊണ്ടുപോവില്ല, കൊണ്ടിട്ടേ പോകൂ. പണ്ട് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടത് പോരെങ്കി വാടാ, കൊണ്ടിട്ട് പോവാം. രാഖി, ഒരു തർക്കത്തിനോ വാദത്തിനോ വന്നതല്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. കൊച്ചു കുഞ്ഞ, അവളുടെ സന്തോഷം വേണം നമ്മൾ നോക്കാൻ. അതെ, എന്റെ കുഞ്ഞിന്റെ സന്തോഷവും സുരക്ഷിതത്വവും നോക്കിയാ ഞാൻ ദിയമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദേ, മോള് വന്ദനയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ആ സന്തോഷം എന്തിനാ നമ്മളായിട്ട് ഇല്ലാതാക്കുന്നേ? പ്ലീസ്, അവളുടെ മനസ്സ് നോവിക്കാതെ അവളെ ഞങ്ങൾക്ക് വിട്ടുതരണം. അതെങ്ങനെയാ? കോടതിയുടെ ഓർഡർ നിങ്ങളും കണ്ടതല്ലേ? കോടതിക്ക് അപ്പുറത്താണ് നിങ്ങളെന്ന വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആപത്തിനാണ്. ഇയാൾക്ക് എങ്ങനെയാ? ദിവസക്കൂലിയാണോ അല്ല മാസശമ്പളം? നന്നായിട്ട് നന്ദി കാണിക്കുന്നുണ്ട്. നിയമം എടുത്ത് കളിക്കുമ്പോ അത് നീതിക്ക് വേണ്ടിയാണോന്ന് ഒന്ന് നോക്കുന്നത് നല്ലതാ. നിയമമൊക്കെ അവിടെ നിൽക്കട്ടെ. രാഖി, നീ ഈ കുഞ്ഞിനെ വിട്ടു തന്നേക്കും. ഇല്ല, അതിനു വേണ്ടിയാ വന്നെങ്കിൽ എത്രയും വേഗം പോകാൻ നോക്കുന്നേ നല്ലത്. ഇല്ലെങ്കിൽ അടിച്ച് പുറത്താക്കും ഞാൻ. കൊള്ളാം. നല്ല ശൂരത്വമുണ്ട്. ഒപ്പം രക്തത്തിന്റെ ഒരു ജാതി മണവും. ഈ ഊർമിളയെ അടിച്ചു പുറത്താക്കാനുള്ള ആവതൊന്നും നിനക്കായിട്ടില്ല മോനെ സാഗറെ. വെറുതെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. പോടാ. വേണ്ട, ഇവളെന്റെ ഏട്ടന്റെ മോള, ഈ കാണുന്നതിന്റെയൊക്കെ ഏക അവകാശി. പതിനെട്ട് വയസ്സ് തികയുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ദിയമോളുടെ പേരിൽ വന്നു ചേരും. അങ്ങനെയുള്ള ഇവള് ഒരു ഓട്ടോക്കാരന്റെ നക്കാപ്പിച്ച ശമ്പളത്തിനല്ല വളരേണ്ടത്. പാൽക്കഞ്ഞി കുടിക്കേണ്ടവൾ പഴങ്കഞ്ഞി കുടിച്ച് വളരണ്ട. എന്റെ ഏട്ടന്റെ മോളെ ഞാൻ വളർത്തും, സ്വർണ്ണക്കരണ്ടിയുള്ള രാജകുമാരിയായിട്ട്. ഇല്ല, എനിക്ക് വേണം, എനിക്ക് വേണം എന്റെ മോളെ. ഞാൻ ഇവളെ ആർക്കും വിട്ടുതരില്ല, ആർക്കും. കൊള്ളാം. ആണൊരുത്തം വന്നപ്പോ നിന്റെ ഭർത്താവാകാൻ വന്ന് പാതി വഴിയിൽ വണ്ടിയിടിച്ച് ചത്തവന്റെ കൊച്ചിനെ കളഞ്ഞിട്ട് പോയോളാ നീ.
സാഗർ, അനാവശ്യം പറയരുത്. സൂക്ഷിച്ച് സംസാരിക്കണം. നിന്ന് ചെലക്കാതെ. നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ ദിയമോളെ വിട്ടുതരില്ല. നീ വിട്ടുതരണ്ടടാ, ഞങ്ങളെ കൊണ്ടുപോയിക്കോളാം. ഡോ, നീ കൊണ്ടുപോടോ. ഡാ. ഡാ. വേണ്ട. കയ്യാങ്കളിയൊന്നും വേണ്ട. ഒരു വഴക്കിനോ തർക്കത്തിനോ വന്നതല്ല ഞങ്ങള്. യാചനയുടെ ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കാൻ. ഇനി അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നും മനസ്സിലായി. തൽക്കാലം ഞങ്ങൾ ഇറങ്ങുക. വന്ദനെ, മോളെ ഇവിടെ നിർത്തിയിട്ട് വാ. ആന്റി, നിർത്തിയിട്ട് വരാൻ. വന്ദനമ്മേ, എന്നെയും കൂടി കൊണ്ടോ വന്ദനമ്മേ. എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ വന്ദനമ്മേ. മോള് കരയണ്ട. മോൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് മോള് നിൽക്കും. ഇത് ഊർമിളാന്റിയുടെ വാക്കാ. ഇവരൊക്കെ കണ്ടതിനേക്കാൾ ഒരുപാട് ലോകം കണ്ടതാ ഈ ഊർമിള. മോള് കരയണ്ട. കുറച്ചു സമയത്തേക്ക് മോൾ ഇവിടെ നിൽക്ക്. മോളെ വന്ദനാമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടേ ഈ ഊർമിളാന്റി മടങ്ങൂ. എന്നാൽ വരട്ടെ രാഖി. സാഗറെ, കാണാം. കാണാം. മാനത്തെ കൊട്ടാ